നക്ഷത്രശാന്തി ക്രിയകൾ പലപ്പോഴും കഴിച്ചിരുന്നത് അതിൻ്റെ വൃക്ഷമായിട്ടുള്ള കരിങ്ങാലി എന്ന് പറയുന്ന വൃക്ഷത്തിലാണ്. കരിങ്ങാലി വൃക്ഷത്തിൻ്റെ തടിയിൽ നക്ഷത്ര ചിഹ്നം കൊത്തി അതിൽ നക്ഷത്രശാന്തി പൂജ കഴിച്ച് മാനിൻ്റെ ഇറച്ചിയൊക്കെ നിവേദിച്ചാണ്, അതിൻ്റെ ഭോജ്യവസ്തു അതാണ്, മാനിറച്ചിയൊക്കെ നിവേദിച്ചായിരുന്നു ഇതിൻ്റെ നക്ഷത്രശാന്തി ഹോമങ്ങൾ കഴിച്ചിരുന്നത് പണ്ട്. നക്ഷത്രശാന്തി ഹോമം സ്വാത്വികമായ രീതിയിൽ ചെയ്യുന്ന ഒരു ക്രമവും ഉണ്ട്. അപ്പം ഞാൻ കൂടുതലും ഒരു സാത്വികമായ രീതിയിൽ ചെയ്യുന്ന അങ്ങനെ വിഷയങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതല്ലാതെ കണിയാന്മാരുടെ ഇടയിലൊക്കെ പണ്ട് അല്ലാതെ തന്നെ ഈ നക്ഷത്രശാന്തി ഹോമം ചെയ്യുന്ന മാന്ത്രികരുടെ ഇടയിൽ പലരും ഈ കരിങ്ങാലി വൃക്ഷത്തിൻ്റെ തടിയിൽ മകയിരം നക്ഷത്രത്തിൻ്റെ യന്ത്രം കൊത്തി അതിൽ പൂജ കഴിച്ച് അതിന് നിവേദ്യമായിട്ട് മാനിറച്ചിയൊക്കെ വെച്ച് പൂജ കഴിച്ചിരുന്ന ഒരു ഇതുണ്ട്. ഇപ്പോഴും അത് രഹസ്യമായിട്ടൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ഇന്ന് മാനിറച്ചി കേരളത്തിലൊക്കെ, ഇന്ത്യയിൽ അത് കേസാണ്. പക്ഷെ പുറം രാജ്യങ്ങളിൽ ഈവൻ UAE പോലും അതൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സാന്ദർഭികവശാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പുരാവൃത പഠനത്തിന് താല്പര്യമുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ പോലെ അല്ലെങ്കിൽ ഒരു അറിവിനായിക്കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മകയിരം നക്ഷത്രത്തിൻ്റെ ദേവത ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഒരു ദേവതയാണ്. എപ്പോൾ വേണേലും മാറിക്കൊണ്ടിരിക്കും. അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്കും, പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും, വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്കും ചന്ദ്രൻ സഞ്ചരിക്കുന്ന പോലെ മനസ്സ് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ചന്ദ്രനാണ് മകയിരം നക്ഷത്രത്തിൻ്റെ ദേവത. അതുകൊണ്ട് തന്നെ മകയിരം നക്ഷത്രത്തിൽ ജനിക്കുകയും വ്യാഴം ബലപ്പെടാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാസനകളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, കൈവിട്ടു പോകും എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ദേവത തന്നെ ചന്ദ്രനാണ്. ചന്ദ്രൻ പലപ്പോഴും ഒരു ഗുരുത്വദോഷം ഉണ്ടാക്കിയ ഒരു ദേവത സങ്കല്പമായിട്ടാണ് ഭാരതീയ ഋഷിമാർ പറയുന്നത്. അത് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അത് പറയുന്നില്ല. അതുപോലെ പെൺപാമ്പാണ് ഇതിൻ്റെ മൃഗം എന്ന് പറയുന്നത്. പക്ഷിപ്പുള്ളുമാണ്. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകയിരം എന്ന് പറയുന്നത്. സ്ത്രീയോനി നക്ഷത്രമാണ്. കുറച്ച് ഫിമെയിൻ ക്വാളിറ്റീസൊക്കെ ഉള്ള ഒരു നക്ഷത്രമാണ്. ഇമോഷണൽ നീഡ് ആവശ്യമുള്ളതാണ്. ഇമോഷണലായിട്ടുള്ള ആൾക്കാരാണ്, ഇമോഷണൽ സപ്പോർട്ട് വേണ്ട ആൾക്കാരാണ് ഇവർ.